ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യൻ പോളിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് പാർലമെൻറ്റ്. അതിലൊരു ക്വസ്റ്റ്യനാണിത്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതോടൊപ്പം ആ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽസും ഫുൾ പോർഷൻസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ ക്വസ്റ്റ്യൻ ഇതാണ്: വൈൽ എ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ഈസ് ഇൻ ഓപ്പറേഷൻ ദ ഡ്യൂറേഷൻ ഓഫ് ദ ലോക്സഭ ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ഫോർ എ പീരീഡ്. സോ എന്താണ് ആൻസർ? അതായത് എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് ലോക്സഭയുടെ ഡ്യൂറേഷൻ എത്ര കാലം വരെ കൂട്ടാൻ കഴിയുമെന്നാണ് ചോദ്യം. സോ നമുക്ക് ഇതിൻ്റെ ആൻസർ 1 year അറ്റ് എ ടൈമാണ്. ഓക്കെ, നമുക്കിതിൻ്റെ ഫുള്ള് എങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ പോർഷൻസ് നമുക്കത് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇതൊരു മാർക്കും മിസ്സാവില്ല. ഓക്കെ, ഹായ് ഹലോ, നമുക്ക് ബേസിക് തന്നെ പഠിച്ചു തുടങ്ങാം. സോ ആദ്യം പഠിക്കേണ്ട ലോക്സഭയാണ്. മാക്സിമം സ്ട്രെങ്ത് ലോക്സഭയുടെ 550 ആണ്. അതിൽ സ്റ്റേറ്റിന് 530 സീറ്റുകളും യൂണിയൻ ടെറിട്ടറികൾക്ക് 20 സീറ്റുകളുമാണ് ഉള്ളത്. പ്രസൻറ്റ് സ്ട്രെങ്ത്, അതായത് ഇപ്പോഴത്തെ സ്ട്രെങ്ത് ലോക്സഭയുടെ 543 ആണ്. ലോക്സഭ ഒരിക്കലും ഒരു പെർമനൻറ്റ് ബോഡി അല്ല, നോട്ട് എ പെർമനൻറ്റ് ബോഡി. അതിൻ്റെ കാലാവധി 5 വർഷമാണ്. 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി കഴിയും, പിന്നെ മാറേണ്ടി വരും. ഓക്കെ, വെൻ ഓൺ ദ പ്രൊക്ലമേഷൻ പീരീഡ്. പ്രൊക്ലമേഷൻ പീരീഡ് എന്ന് യൂസ് ചെയ്യുന്നത് എമർജൻസി, അതായത് അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്ത് ലോക്സഭയുടെ കാലാവധി 1 വർഷം വരെ കൂട്ടാൻ കഴിയും. 1 year അറ്റ് എ ടൈം വരെ കൂട്ടാൻ കഴിയും. ഇതായിരുന്നു ക്വസ്റ്റ്യൻ, നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലായല്ലോ. സോ 1 year അറ്റ് എ ടൈം. ഓക്കെ, ഏറ്റവും വലിയ, അതായത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സ്റ്റേറ്റ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. ഏകദേശം 80 സീറ്റുകളോളം ഉത്തർപ്രദേശിലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: ഏരിയ വൈസ് ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഡാക്കാണ്. ഏരിയ വൈസ് ലോക്സഭ ഏറ്റവും വലിയ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഡാക്കാണ്. ഓക്കെ, ഫോർ ആംഗ്ലോ ഇന്ത്യൻ, അത് ഇതൊരു നേരത്തെ ഇതൊരു എക്സ്ട്രാ ഫാക്റ്റാണ്. അതായത് ആംഗ്ലോ ഇന്ത്യൻസിന് വേണ്ടി 2 സീറ്റ്സ് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ 2020 ആംഗ്ലോ ഇന്ത്യൻ 104ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരം ആംഗ്ലോ ഇന്ത്യൻസിനുള്ള ആ 2 സീറ്റ് എടുത്ത് കളഞ്ഞു. ഓക്കെ, വർഷം 2020 ആംഗ്ലോ ഇന്ത്യൻസ് എടുത്ത് കളഞ്ഞു, 104ാമത്തെ അമെൻമെൻറ്റ് പ്രകാരമാണ്. ഓക്കെ, മൊത്തം 2 സീറ്റായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത് കണ്ടീഷൻസ് ആണ്. ഒരു ലോക്സഭ മെമ്പർ ആവാനുള്ള കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് കണ്ടീഷൻ അത് ഞാൻ കൊടുത്തിട്ടില്ല, അയാൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഒരു ഫോറിൻ സിറ്റിസണ് ഒരിക്കലും ആവാൻ കഴിയില്ല. അദ്ദേഹത്തിന് 25 വയസ്സ് പ്രായമായിരിക്കണം. ഒരു നോട്ട് ഹോൾഡ് എനി ഓഫീസ് ഓഫ് പ്രോഫിറ്റ്, അതായത് ശമ്പളം കിട്ടുന്ന ഒരു ജോലി, ഗവൺമെൻറ് ജോലികളൊന്നും അങ്ങനെയൊന്നും പറ്റില്ല. ശമ്പളം കിട്ടുന്ന ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ജോലി ഏർപ്പെടാൻ പറ്റില്ല. ദെൻ സൗണ്ട് മൈൻഡ് ആയിരിക്കണം, നോട്ട് ഇൻസോൾവെൻ്റ് ആയിരിക്കണം. അതായത് സൗണ്ട് മൈൻഡ് ഉദ്ദേശിക്കുന്നത് മെൻ്റലി ഫിറ്റ് ആയിരിക്കണം എന്നാണ്. മെൻ്റലി ഫിറ്റ് ആയിരിക്കണം. ഇൻസോൾവെൻ്റ് പറഞ്ഞാൽ കടം ബാങ്ക്രപ്റ്റ് ആയിട്ടിരിക്കുന്ന ആളൊന്നായിരിക്കും. അത് കടമൊന്നും അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. മസ്റ്റ് ബി എ രജിസ്റ്റേർഡ് വോട്ടർ. പിന്നെ പ്രത്യേകമായിട്ടും ആൾ രജിസ്റ്റേർഡ് വോട്ടർ ആയിരിക്കണം. ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അസംബ്ലിയുടെ രജിസ്റ്റേർഡ് വോട്ടർ ആയിരിക്കണം. സോ ഇതൊക്കെയാണ് അയാളുടെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഡിസ്ക്വാളിഫിക്കേഷൻ, എന്തൊക്കെ കാരണം കൊണ്ടാണ് ഡിസ്ക്വാളിഫൈഡ് ആയി പോവുക? ഇത് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 102. ഇതാണ് ആർട്ടിക്കിൾ. ഓക്കെ, ആർട്ടിക്കിൾ 102. ഓക്കെ, ഹോൾഡ് ഓഫീസ് ഓഫ് പ്രോഫിറ്റ്. അദ്ദേഹം ഒരു ഓഫീസ്, അതായത് ഒരു ജോലിയോ എന്തെങ്കിലും ബെനിഫിഷ്യറി ആയിട്ട് ഗവൺമെൻറ് എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾ ഡിസ്ക്വാളിഫൈഡ് ആകും. പിന്നെ ഡിക്ലെയർ ഓഫ് അൺസൗണ്ട് ബൈ കോർട്ട്, അതായത് അൺസൗണ്ട് എന്ന് പറഞ്ഞാൽ മെൻ്റലി ഫിറ്റ് അല്ലെങ്കിലും കോർട്ട് നിന്നാവും. ഇൻസോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക്രപ്റ്റ് ആയിരിക്കുകയാണെങ്കിലും ഡിസ്ക്വാളിഫൈഡ് ആകും. അക്വയർ ഫോറിൻ സിറ്റിസൺഷിപ്പ്, ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലൂസ് ചെയ്ത് ഒരു ഫോറിൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുകയാണെങ്കിലും അയാൾക്ക് ഡിസ്ക്വാളിഫൈഡ് ആകും. ഇനി ഡിസ്ക്വാളിഫൈഡ് ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പറയാൻ പോണത്. ഈ കാരണം വരുന്നത് അണ്ടർ ആൻറ്റി ഡിഫെക്ഷൻ ലോയിലാണ്. ആൻറ്റി ഡിഫെക്ഷൻ ലോ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഷെഡ്യൂൾ 10 വരുന്നതാണ്. അതായത് ഒരാൾ ഒരു പാർട്ടിയുടെ അണ്ടറിൽ ജയിച്ചിട്ട് വോളണ്ടറി ഗീവ്സ് അപ്പ് പാർട്ടി മെമ്പർഷിപ്പ്, അയാൾ ജയിച്ച ശേഷം ആ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ മെമ്പർഷിപ്പ് ഒഴിയാണെന്ന് കരുതി കഴിഞ്ഞാൽ അയാളുടെ പദവി ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും. ഓക്കെ, വോളണ്ടറി ഗീവ്സ് അപ്പ് പാർട്ടി മെമ്പർഷിപ്പ്, അതായത് ഒരു പാർട്ടിയുടെ അണ്ടറിൽ ജയിച്ചിട്ട് ആ പാർട്ടിയിൽ നിന്നും പിരിഞ്ഞു പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാലും അയാൾ ഡിസ്ക്വാളിഫൈഡ് ആവും. വിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ട് അഗെയിൻസ്റ്റ് പാർട്ടി, അത് പാർട്ടി നിർദ്ദേശിക്കുന്നവർക്ക് വേണം വോട്ട് ചെയ്യാൻ. പക്ഷേ പാർട്ടി നിർദ്ദേശിക്കാത്തവർക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വിപ്പ് എന്നാണ് പറയുക, വോട്ട് അഗെയിൻസ്റ്റ് പാർട്ടി ഇൻസ്ട്രക്ഷൻസ്. അങ്ങനെ ചെയ്താലും അദ്ദേഹം പുറത്താക്കപ്പെടും. പിന്നുള്ളത് ആബ്സെൻറ്റ് ഫോർ 60 days വിത്തൗട്ട് പെർമിഷൻ, അനുവാദമില്ലാതെ 60 ദിവസത്തിനകം ലോക്സഭാ മീറ്റിങ്ങുകളിൽ ഹാജരാവാതിരിക്കുക. അങ്ങനെ സംഭവിച്ചാലും അത് ഡിസ്ക്വാളിഫൈയുടെ പരിധിയിൽ വരും. ഓക്കെ, ഇതെല്ലാം വരുന്നത് ആൻറ്റി ഡിഫെക്ഷൻ ലോയുടെ ഭാഗമായിട്ടാണ് വരുന്നത്, ഷെഡ്യൂൾ 10. സോ ഇത്രയാണ് ലോക്സഭയെക്കുറിച്ച് മൊത്തം പഠിക്കാനുള്ളത്. ഓക്കെ, സോ ലോക്സഭ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ.